എന്താ ചെയ്യുന്നേ? അമ്മി അച്ഛൻ എവിടെ? ആ, കണ്ണന് പുതിയ സ്കൂളിലൊക്കെ പോണ്ടേ? അവിടെ കളിക്കാൻ എന്തൊക്കെയുണ്ടെന്നറിയോ? അച്ഛൻ പോയി കണ്ണന്റെ അഡ്മിഷനൊക്കെ ശരിയാക്കി ഇപ്പൊ വരും. അച്ഛൻ വന്നിട്ട് ദൈവമേ വരാറായല്ലോ. ആ മോള് നല്ല കുട്ടിയെ ഇവിടെ ഇരുന്ന് കളിച്ചോളണം. അമ്മ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. നിന്റെ അച്ഛന് വിശന്നാ പിന്നെ കണ്ണ് കാണില്ല. ബെഗനാ, തനി ബെഗൻ. ലോഡത്ത് സ്റ്റവും വെച്ച് എന്ത് ചെയ്യും ഞാൻ? യൂണിഫോം ഇട്ട് ആ പോലീസ് ജീപ്പിൽ ഒന്ന് അവിടെ വരെ പോയാ മതി. അപ്പൊ ആ ഗ്യാസ് ഏജൻസിക്കാര് സിലിണ്ടർ എടുത്ത് ജീപ്പിൽ വെക്കും. ചെയ്യില്ലല്ലോ. അധികാര ദുർവിനിയോഗാത്രേ. ആരാണോ ഇങ്ങനെ വായിക്കൊള്ളാത്ത വാക്കൊക്കെ കണ്ടുപിടിച്ചത്? നിന്റെ അച്ഛൻ. എത്തിയോ? ആ കൊള്ളാലോ. വന്നിറങ്ങി ബോർഡ് തൂക്കി ഉടനെ കിട്ടിയില്ലോ 5-6 രോഗികളെ. ഇവിടെ ഒന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ലാന്ന് തോന്നുന്നു. ആ അതേ, ഇപ്പൊ ആൾക്കാർക്കൊക്കെ ഹോമിയോപ്പതിയിൽ നല്ല വിശ്വാസം. അതിവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ആ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലല്ലോ. എന്താ? എടോ അതുകൊണ്ടല്ല, താൻ കൊടുക്കുന്ന മരുന്ന് കഴിച്ചിട്ട് ഇന്ന് വരെ ഒരു രോഗിയും രക്ഷപ്പെട്ടായിട്ട് എന്റെ അറിവിലില്ല. ആ സാറേ, ഹോമിയോപ്പതി എന്ന് പറഞ്ഞ ലോങ് ടേം ട്രീറ്റ്മെന്റാ. അസുഖം വേരോടെ പറിച്ചെടുക്കാൻ സമയെടുക്കും. ഇതുവരെ എനിക്കതിന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും ചെന്ന് 5-6 പേഷ്യൻസിനെയും കിട്ടി അവർക്ക് ആദ്യത്തെ ഡോസ് മരുന്ന് കൊടുക്കും. അപ്പോഴേക്ക് ഇയാൾക്ക് സ്ഥലം മാറ്റോ സസ്പെൻഷനോ ആവും. പിന്നെ എല്ലാം കെട്ടിപ്പെറുക്കി അടുത്തടുത്തേക്ക്. ഇവിടെയെങ്കിലും ഒന്ന് ഉറച്ചാ മതിയായിരുന്നു. വന്നിറങ്ങിയ ലക്ഷണം കണ്ടിട്ട് ഇവിടെയും തദൈവ. ഇല്ലടോ, ഇവിടെ ഒരു കുഴപ്പമുണ്ടാവൂല. നാട്ടുകാരെ മുഴുവൻ താൻ തന്റെ പഞ്ചാര ഗുളിക കൊടുത്ത് ഒരു വഴിക്കാക്കിക്കോ. പിന്നെ ഒരാഴ്ചയായി സാധനങ്ങൾ ഷിഫ്റ്റിങ്ങും എടുത്തു വെക്കലും ഒക്കെ ആയിട്ട്. അപ്പൊ എങ്ങനെയാ? എന്ത്? ആരാ നിങ്ങളൊക്കെ? ആ സാമ്പാർ കുറച്ചും കുറച്ച് മച്ചി. ഇല്ല വേണ്ട, ഞാൻ തന്നെ എടുക്കാം. ഓക്കെ. അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാക്കി തരാം. ഇരിക്കെ. എന്താ നിങ്ങൾക്ക് വേണ്ടേ? വേണ്ടത് എന്താന്ന് പറഞ്ഞ തരുവോ മാഷേ? എടാ ഇതാടാ ഇഡ്ലി സാമ്പാറും. നമ്മുടെ ചായക്കടക്കാരൻ കേശവനുണ്ടല്ലോ, ആ തെണ്ടിയോട് പോയി പറയണം ഇവിടെ വന്ന് ഈ അമ്മച്ചിക്ക് ശിഷ്യപ്പെടാൻ. അത് ശരിയാ. ദൈവത്തെ ഓർത്തൊന്ന് പറ, ആരാ നിങ്ങളൊക്കെ? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നാക്കി നെരി പോകുന്നതിന് മുമ്പ് ചൂട് ചായ ഒരു പുകയും ഒടുക്കത്തെ ഫീലിംഗ് ആ മോളെ. എല്ലാം കൂടി കുറെ ലോഡടിക്കേണ്ടി വരും, അല്ലാണ്ട സോമു? പിന്നെ അങ്ങനെ അങ്ങ് ഒതുക്കി മാറ്റാൻ പറ്റുമോ? ടെൻഷൻ വേണ്ട മാഷേ. ഇന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ മാറ്റി ഈ വീട് ഞങ്ങളങ്ങ് കാലിയാക്കി തരാം. കാലിയാക്കാനോ? എന്താ ഈ പറയുന്നേ? എന്തിനാ ഇതൊക്കെ ഇവിടുത്തെ അടുത്ത് എന്താ മാഷേ ഇത്? വിറ്റ വീട്ടിൽ ഈ സാധനങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാനൊക്കോ?
വിറ്റ വീടോ? എന്റെ വീട് ഞാൻ ആർക്കും വിറ്റിട്ടില്ലല്ലോ. ഈ ദേവരാജന്മാരുടെ ഓരോ തമാശകള്. അങ്ങനെ ഓരോ വസ്തുക്കൾ വാങ്ങും, പക്ഷെ വിൽക്കുന്നവർ അറിയാല. ഇത് തന്നെയാ നമ്മുടെ ഹസൻ കോയക്കും പറ്റിയത്. അയാളുടെ ഹോട്ടൽ മുതലാളി വാങ്ങി, പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോഴേ അയാളത് അറിയുന്നത്. അയാളുടെ മോനൊരുത്തനുണ്ടായിരുന്നു, ആ പന്തിക്ക് വാശി ഒഴിഞ്ഞു തരാൻ പറ്റിയല്ലാന്ന്. പിന്നെ ഞങ്ങൾ അവനെ അങ്ങോട്ട് ഉറക്കി. ആഹാ, അപ്പൊ അതാണ് കാര്യമല്ലേ? നാള് കുറയായി നിന്റെ ഈ ദേവരാജന്റെ പിണിയാളുകൾ എന്റെ തറവാടിന്റെ കോലായിൽ കയറി ഇറങ്ങുന്നു. അയാൾക്ക് ഇവിടെ സായിപ്പന്മാരെ കുളിപ്പിക്കുന്ന റിസോർട്ട് തുടങ്ങണം പോലും. പട്ടിണിയും പരിവട്ടവും ഉണ്ട്. പക്ഷേ എന്റെ പരദേവതയുടെ കടാക്ഷമുള്ള ഈ മണ്ണ് ഒരു കള്ളുഷാപ്പുകാരനും ഞാൻ തീരെഴുതി കൊടുക്കില്ല. വെറുതെ ആംബിയർ കൂട്ടി തടി ബെടക്കാക്കാൻ നോക്കണ്ട. നിന്റെ ഈ വീടും പറമ്പും തീരെഴുതിയ പ്രമാണമായത്. പിടിക്ക്. മുതലാളിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട്, യശോധരൻ. അയാളുടെ പേർക്കാ തീരെഴുതി കൊടുക്കണ്ടേ. വെറുതെ അല്ലടോ, 10 ലക്ഷം രൂപ തന്റെ അണ്ണാകിലോട് കുത്തി കയറി തരും. അഡ്വാൻസ്. ഇത് വാങ്ങിച്ച് മര്യാദയ്ക്ക് രജിസ്റ്റർ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് തന്നോ. ഭീഷണിയാണോ? കടക്കട എന്റെ പടിക്ക് പുറത്ത്. ഹലോ, ഹലോ സാർ, എന്റെ വീട് കുറെ പേർ ചേർന്ന് ആക്രമിക്കുന്നു. അതെ, പെട്ടെന്ന് എത്തണം സാർ. അഡ്രസ് പത്മനാഭൻ, കോയിക്കര. ആ അതെ. ഓ ഓ, അറിയിക്കേണ്ടവരെയൊക്കെ വിവരം അറിയിച്ചല്ലോ. ആ, അപ്പൊ നമുക്കിനി കളി തുടങ്ങാം. അവിടെ എന്താ എന്താ ഇത്? എന്തു പറ്റി? ആരാടാ നീ? എന്താടാ ഇത്? വിട്ടുപിടി സാറേ, വേണ്ടാത്തടത്ത് കിണ്ടി കളിക്കല്ലേ. ഞാൻ പറയുന്ന കേൾക്ക്, ഇത് മുതലാളിയുടെ സെറ്റപ്പാ. നമ്മൾ ഇതിൽ ഇടപെടണ്ട. ഒന്ന് വിടുവോ എന്നെ? എടാ, ഇത്രയും വലിയ തന്തയിലായ്മ നോക്കിക്കൊണ്ട് നിൽക്കാൻ പറ്റുള്ളൂ ഒരു പോലീസുകാരന്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി സാറിന്റെ ഇഷ്ടം. അറിയാവല്ലോ നമ്മുടെ പി സി റഹ്മാന്റെ കേസ്. ഇപ്പൊ കുടുംബം തെരുവില. കുഞ്ഞുകുട്ടി പരാതിയുള്ള ആൾക്കാരാ നമ്മളൊക്കെ. വെറുതെ മുതലാളിയായിട്ട് ഇടഞ്ഞോണ്ടൊരു ഇടപാട് വേണേ അയക്കോ, പക്ഷെ എന്നെ വിട്ടേര്. ദൈവത്തെ ഓർത്ത് ഞങ്ങളെ രക്ഷിക്കണം. നിങ്ങൾക്കും ഇല്ലേ കുടുംബവും കുട്ടികളും ഒക്കെ? അതൊക്കെ ഉള്ളതുകൊണ്ടാ മാഷെ ഞങ്ങൾ പോകുന്നത്. വെറുതെ സംഗതി വഷളാക്കാതെ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാ ചെയ്യ്.